മലപ്പുറത്ത് ലൈഫ് പദ്ധതി വീടുകളുടെ പ്രഖ്യാപനവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എക്സ്റ്റൻഷൻ ഓഫീസർമാർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മികച്ച പ്രവർത്തനം നടത്തി വഴിക്കടവാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലൈഫ് പാർപ്പിട പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ എഗ്രിമെന്റ് വയ്ക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത എക്സ്റ്റൻഷൻ ഓഫീസർമാരെ ചടങ്ങിൽ അനുമോദിച്ചു. പൂർത്തീകരിച്ച ലൈഫ് വീടുകളുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ തീവ്രമായ അഭിപ്രായം. അത് ഞാൻ സർക്കാരിൻ്റെയും അതിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഡിഒമാരായിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങളെടുത്തുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടൊരു ഇടപെടൽ അതിന് ഈ സർക്കാരിൻ്റെ നിന്നുള്ള നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക. കാരണം പലപ്പോഴും ധാരാളം പരാതികൾ ഇതുമായി ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ തന്നെ കഴിയുന്നത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ്. മലപ്പുറത്തുള്ള മന്ത്രി എന്ന നിലയിലും ഇതിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്നിരിക്കുന്നവരെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ പരാതികളുണ്ടാവും, പലപ്പോഴും ചില ആളുകൾ ചെയ്യുന്ന അതൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മുന്നോട്ട് വെച്ചുള്ള മാനദണ്ഡ പ്രകാരം നൽകാൻ കഴിയുന്ന അത്രയും വീടുകൾ നൽകിയത് കൊണ്ടാണ് അതുമായി 60,000-ലധികം 60,001 എന്നുള്ള എണ്ണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വഴിക്കടവ് ഒന്നാം സ്ഥാനത്ത് എത്തി. വണ്ടൂരിനാണ് രണ്ടാം സ്ഥാനം. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജോയിന്റ് ഡയറക്ടർ വിമൽ രാജ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈഫ് മിഷൻ കോർഡിനേറ്റർ ദേവകി റിപ്പോർട്ട് അവതരിപ്പിച്ചു. MGNRES ജോയിന്റ് കോർഡിനേറ്റർ പ്രീതി മേനോൻ, വഴിക്കടവ് പഞ്ചായത്ത് അധ്യക്ഷ റംല തൈക്കോടൻ എന്നിവർ ആശംസ അർപ്പിച്ചു. ജില്ലാ മിഷൻ MTP രേഷ്മ നന്ദിയും പറഞ്ഞു. 78,447 പേരാണ് ജില്ലയിൽ ആകെ എഗ്രിമെന്റ് വെച്ചവർ. 80,001 വീടുകൾ ജില്ലയിലാകെ പൂർത്തീകരിച്ചു. 18,446 വീടുകൾ പുരോഗതിയിലുമാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.